ദേശീയപാതയിൽ നിന്നുള്ള മഴവെള്ളം വ്യാപാര സ്ഥാപനങ്ങളിലേക്കും വീടുകളിലേക്കും ഒഴുകിയെത്തുന്നത് കൊടകര പേരാമ്പ്രയിലെ പ്രദേശവാസികളെ കടുത്ത ദുരിതത്തിലാക്കുന്നു. റോഡിൽ വീഴുന്ന മഴവെള്ളം ശരിയായി ഒഴുക്കിക്കളയാനുള്ള ഡ്രൈനേജ് സംവിധാനത്തിന്റെ അഭാവമാണ് ഇവിടെ ജനങ്ങളെ വലയ്ക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ദേശീയപാത 4 വരിയാക്കി നവീകരിച്ചതോടെയാണ് പേരാമ്പ്രയിൽ റോഡിനോട് ചേർന്നുള്ള ഭാഗത്ത് താമസിക്കുന്ന കുടുംബങ്ങൾക്കും കച്ചവട സ്ഥാപനങ്ങളുള്ളവർക്കും വെള്ളം മൂലമുള്ള ദുരിതം തുടങ്ങിയത്. വീടുകളും വ്യാപാര സ്ഥാപനങ്ങളുമുള്ള ഭാഗം റോഡിനേക്കാൾ താഴ്ന്നു കിടക്കുന്നതിനാൽ മഴക്കാലത്ത് റോഡിൽ നിന്ന് വെള്ളം കുത്തിയൊലിച്ച് ഇവിടങ്ങളിലേക്ക് എത്തും. പേരാമ്പ്ര പള്ളി ജംഗ്ഷനിൽ അടിപ്പാത വന്നതോടെ ഈ ദുരിതം ഇരട്ടിച്ചിരിക്കുകയാണ്. പേരാമ്പ്ര അപ്പോളോ ടയേഴ്സ് പരിസരത്ത് നിന്ന് അടിപ്പാതയുടെ റോഡ് ആരംഭിക്കുന്നതിനാൽ ഈ ഭാഗത്ത് ചരിഞ്ഞു കിടക്കുന്ന ദേശീയപാതയിൽ നിന്നുള്ള മഴവെള്ളം മുഴുവൻ സർവീസ് റോഡിലൂടെ ഒഴുകി വീടുകളിലേക്ക് എത്തുകയാണ്. ദേശീയപാതയിൽ നിന്നുള്ള മഴവെള്ളം ഒഴുകിയെത്തുന്നതിനാൽ പേരാമ്പ്ര 11-ാം വാർഡിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം ദേശീയപാത അതോറിറ്റിയിലെ ഉന്നത ഉദ്യോഗസ്ഥരടക്കമുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഇതിന് പരിഹാരം കാണാനുള്ള നടപടി ഇനിയും ഉണ്ടായിട്ടില്ലെന്ന് കൊടകര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രനില ഗിരീശൻ പറഞ്ഞു. പേരാമ്പ്ര അടിപ്പാത വന്നതോടുകൂടി നമ്മുടെ 11-ാം വാർഡിലെ പല വീടുകളിലേക്കും വെള്ളം വന്ന് വളരെ ബുദ്ധിമുട്ടുന്നുണ്ട്. ഇപ്പോൾ അടിപ്പാത തൊട്ടുള്ള വെള്ളം കയറി വന്ന് ഈ അപ്പോളോ ടയേഴ്സിൻ്റെ ഓപ്പോസിറ്റുള്ള ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ വെള്ളക്കെട്ട് വന്ന് വീടുകളിലേക്കാണ് പോകുന്നത്. അത് പലതവണ നമ്മൾ പാലക്കാട് പോയി ബ്ലോക്ക് മെമ്പറും ഞാനും മറ്റു മെമ്പർമാരും പോയി പാലക്കാട് പ്രൊജക്ട് മാനേജർക്ക് പരാതി കൊടുത്തു. പിന്നീട് ഇവിടുത്തെ കോൺട്രാക്ടർമാരോട് എല്ലാവരോടും പറഞ്ഞു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ബ്ലോക്ക് മെമ്പറും കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റും MP ആയിട്ട് സംസാരിച്ച് അതിന് പരാതി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഇതിൻ്റെ പ്രശ്നം ഇപ്പോഴും ചെയ്യാമെന്ന് പറയല്ലാണ്ട് ചെയ്തു തരുന്നില്ല. ഇപ്പോൾ ഒറ്റ മഴയ്ക്ക് വീടുകൾ മുങ്ങുന്ന അവസ്ഥയിലാണ് ഞങ്ങളുടെ വാർഡിലെ ജനങ്ങൾ അനുഭവിക്കുന്നത്. ഇതിനൊരു തീർപ്പുണ്ടാവണമെന്ന് നമ്മൾ NHAയോട് ആവശ്യപ്പെടുന്നു. സർവീസ് റോഡരികിൽ നിർമ്മിച്ചിട്ടുള്ള ഡ്രൈനേജിന്റെ സ്ലാബുകളിൽ തുളകളുണ്ടാക്കി മഴവെള്ളം കാനയിലേക്ക് ഒഴുക്കിക്കളയാനാണ് നിലവിൽ അധികൃതർ ശ്രമിക്കുന്നത്. എന്നാൽ മഴവെള്ളം പൂർണ്ണമായും ഒഴുകിപ്പോകാൻ ഈ സംവിധാനം പര്യാപ്തമല്ലാത്തതിനാൽ ജനങ്ങളുടെ ദുരിതം ഇപ്പോഴും തുടരുകയാണ്.